അങ്ങനെ താരതമ്യം ചെയ്യണ്ട, ഉള്ളതുപോലെ കണ്ടാൽ മതി. ശരി. ആരോഗ്യമന്ത്രിയെ ന്യായീകരിച്ച് എം വി ഗോവിന്ദൻ മാസ്റ്റർ കേരളത്തിന്റെ ആരോഗ്യ മേഖല മികച്ച നിലയിൽ തന്നെയെന്ന് ആവർത്തിക്കുന്നു. വിവിധ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള പരിപാലനമാണ് കേരളത്തിൽ നടക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും ആരോഗ്യ മേഖല മുന്നോട്ട് പോകുന്നുണ്ട്. കൃത്യമായ വ്യക്തമായ രീതിയിൽ തന്നെയാണ് ആരോഗ്യ മേഖല മുന്നോട്ട് പോകുന്നത് എന്നും വി ഗോവിന്ദൻ മാസ്റ്റർ. ഈ സാഹചര്യത്തിലാണ് UDFും ചില മാധ്യമങ്ങളും ചേർന്ന് പൊതു ആരോഗ്യ മേഖലയെ കടന്നാക്രമിക്കുന്നത് എന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വെക്കുന്നു. കോട്ടയം അപകടവുമായി ബന്ധപ്പെടുത്തി ബിന്ദുവിന്റെ മരണം ദൗർഭാഗ്യകരമെന്നും വസ്തുതകളായി പറയാൻ സംഘടനകളും മാധ്യമങ്ങളും തയ്യാറാകണമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ. ബിന്ദുവിന്റെ കുടുംബത്തിന്റെ സംരക്ഷണയിൽ അടിയന്തര തീരുമാനം ഉണ്ടാകുമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നു. കെട്ടിടത്തിന്റെ ബലക്ഷയവുമായി ബന്ധപ്പെടുത്തി പരിഹാരമുണ്ടാക്കാൻ മുന്നേ ചേർന്ന യോഗത്തിൽ തന്നെ തീരുമാനമായിട്ടുണ്ട്. 564 കോടി രൂപയുടെ പുതിയ കെട്ടിട സമുച്ചയം നിർമ്മിച്ചു. അത് കെട്ടിടത്തിലേക്ക് മാറാനിരിക്കുമ്പോഴാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള അപകടം നടന്നത്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഇതിനോടൊപ്പം തന്നെ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ആരോഗ്യമന്ത്രിയെ ന്യായീകരിച്ച് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ മാധ്യമങ്ങളെ കാണുന്ന ദൃശ്യങ്ങളാണ് തത്സമയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കെട്ടിടത്തിന്റെ ബലക്ഷയത്തിൽ പരിഹാരമുണ്ടാക്കാൻ മുന്നേ ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു. ഇത്തരത്തിൽ ഈ കെട്ടിടത്തിലേക്ക് മാറാനിരിക്കുമ്പോഴാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം നടന്നിട്ടുള്ളത്. കെട്ടിടത്തിന്റെ 564 കോടി രൂപയുടെ കെട്ടിട സമുച്ചയമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിലേക്ക് മാറാനിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ ബിന്ദുവിന്റെ കുടുംബത്തിന്റെ സംരക്ഷണയിൽ അടിയന്തര തീരുമാനം ഉണ്ടാകുമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നു. മറ്റ് വിവരങ്ങൾ. ആരോഗ്യ വകുപ്പ് മന്ത്രിയെയും ആരോഗ്യ മേഖലയും ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനമാണ് CPIM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയത്. കഴിഞ്ഞ 9 വർഷത്തിനിടയ്ക്ക് സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലുണ്ടായ മാറ്റങ്ങൾ, പുതിയ കെട്ടിടങ്ങൾ, പുതിയ ചികിത്സാ രീതികൾ, ഒപ്പം അങ്ങനെ തുടങ്ങി എല്ലാം പറഞ്ഞു വെക്കുകയും ഒപ്പം കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത്, അതായത് മുൻ UDF സർക്കാരിൻ്റെ കാലത്ത് ആരോഗ്യ മേഖലയ്ക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടല്ല എന്നൊരു താരതമ്യ പഠനം കൂടി നടത്തിയാണ് ആ വാർത്താ സമ്മേളനം തുടങ്ങിയത്. എന്നാൽ അദ്ദേഹം പ്രധാനമായി പറയുന്നത് ഇന്നലത്തെ സംഭവം വളരെ ദൗർഭാഗ്യകരമായിരുന്നു, അത് ഒരിക്കൽ പോലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും രക്ഷാപ്രവർത്തനം ഒരു സമയത്ത് പോലും നിർത്തിവെച്ചിരുന്നില്ല. അതായത് എപ്പോഴും അപകടമുണ്ടായോ അപ്പോൾ മുതൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. എന്നാൽ ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ അവിടത്തേക്ക് എത്തിക്കാൻ കഴിയാതെ പോയതൊരു 15 മിനിറ്റോളം താമസം വന്നു. അത് കഴിഞ്ഞ് മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ചതോടെ വലിയ തരത്തിലുള്ള രക്ഷാപ്രവർത്തനം ആരംഭിച്ചു എന്ന് തന്നെയാണ് ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത്. ഒപ്പം ഈ മരണം ദൗർഭാഗ്യകരമായി പോയി, ഒരിക്കൽ പോലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. ഈ കെട്ടിടത്തിൻ്റെ ബലക്ഷത്തെക്കുറിച്ച് നിരവധി പ്രാവശ്യം സർക്കാരിൻ്റെ മുന്നിൽ, അതായത് UDF സർക്കാരിൻ്റെ മുമ്പിൽ വിഷയമായി എത്തിയിട്ടുള്ളതാണ്. അന്ന് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എന്നാൽ പുതിയ ഒരു കെട്ടിടം 564 കോടി രൂപയുടെ ഒരു കെട്ടിടം പണിത് അതിലേക്ക് രോഗികളെ മാറ്റിക്കുന്നതിന് വേണ്ടിയുള്ള അവസാനഘട്ട സമയത്ത് ആയിരുന്നു ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. മാത്രവും ഈ അപകടത്തിൽ മരിച്ച സംഭവത്തെ ദൗർഭാഗ്യകരം എന്ന് പറയുമ്പോഴും അവരുടെ കുടുംബത്തിന് സർക്കാർ കാര്യമായ പരിഗണന നൽകും, ആശ്വാസം നൽകും, ഒപ്പം സഹായം ഉണ്ടാകും എന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നു. അപ്പോൾ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷമാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നത്. അപ്പോൾ സെക്രട്ടേറിയറ്റ് യോഗം കൃത്യമായും അവിടെ ഉണ്ടായ അപകടത്തെക്കുറിച്ചും അപകടത്തിനിടയായ സാഹചര്യങ്ങളെക്കുറിച്ചും പ്രതിപക്ഷത്തിൻ്റെ നിലപാടും BJPയുടെ നിലപാടും സമരങ്ങളുമെല്ലാം വലിയ തരത്തിൽ ചർച്ച ചെയ്തു എന്നുള്ളതാണ് പിന്നീട് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇത് പ്രതിപക്ഷ നേതാവും ഒപ്പം മറ്റ് പ്രതിപക്ഷ സംഘടനകളും ഒക്കെ നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രചാരണ വേലയാണ്. പ്രത്യേകിച്ച് മന്ത്രി വീണ ജോർജിനും മന്ത്രി VN വാസവനുമെതിരെ ഈ പ്രചാരവേലയ്ക്ക് ഒരിക്കൽ പോലും മാധ്യമങ്ങൾ അടിമപ്പെടരുത്, കൃത്യമായ വാർത്തകൾ നൽകണം എന്ന തരത്തിലേക്ക് അദ്ദേഹം പറയുന്നു. ഒപ്പം ഒരു കാര്യം കൂടി പറയുന്നത്, പ്രതിപക്ഷ നേതാവ് ഇത് ഇനിയിപ്പോൾ പ്രതിപക്ഷം ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പ്രചാരവേലകളുമായി മുന്നോട്ട് പോകും, അത്തരം നടപടികൾ ഉണ്ടാകും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു കാര്യം പറഞ്ഞത്, അവസാനം മാധ്യമപ്രവർത്തന ചോദ്യത്തിന് അദ്ദേഹം ഒരു സൂചന പോലെ പറഞ്ഞു പോയൊരു കാര്യമുണ്ട്. ഒരിക്കൽ പോലും ഈ സംഭവത്തിൽ, അതായത് ഒരു വീഴ്ച പോലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അവിടെ എത്തിച്ചേർന്ന മന്ത്രിമാരുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. പക്ഷേ അവിടെ
അവിടെ ഈ മാധ്യമപ്രവർത്തകർ ഈ മന്ത്രിമാരുടെ നേരെ മൈക്കുമായി ചെന്നപ്പോഴേക്കും പെട്ടെന്നാണ് കാര്യങ്ങൾ പറഞ്ഞു പോയത്. അപ്പോൾ അതിനകത്ത് തെറ്റായി ഒന്നും തന്നെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മന്ത്രിമാരെ കൂടി ന്യായീകരിച്ച് CPM ഒപ്പം നിർത്തി മുന്നോട്ട് പോകുന്ന തരത്തിലുള്ള ഒരു വാർത്താ സമ്മേളനമാണ് MV ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയതെന്ന് പറയാൻ കഴിയും. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ കുടുംബത്തെ സഹായിക്കാൻ സർക്കാർ മുന്നോട്ട് വരുമെന്ന് പറയുന്നു. ഇതിനെല്ലാം ഉപരിയായി അദ്ദേഹം എപ്പോഴും പറയുന്നത് സർക്കാർ സാമ്പത്തികപരമായി വളരെ ഞെരുക്കത്തിലാണെങ്കിൽ പോലും ആരോഗ്യ മേഖലയിൽ കാര്യമായ പ്രവർത്തനം നടത്തുന്നുണ്ട്. ആരോഗ്യ മേഖലയ്ക്ക് എതിരെ ഒരു ഗൂഢാലോചന നടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം സംഭവങ്ങളൊക്കെ പെരുപ്പിച്ച് കാണിക്കാൻ തയ്യാറെടുക്കുന്നത്. അത് ശരിയായ നിലപാടല്ല. ഒരു പ്രതിപക്ഷം നടത്തുന്ന ഒരു പ്രചാരവേലയാണ്, പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന ഒരു പ്രചാരവേലയാണ്. ഇത് അവസാനിപ്പിക്കണം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. തൊട്ടു പിന്നാലെ തന്നെ മാധ്യമങ്ങൾ മറ്റൊരു കാര്യം കൂടി ചോദിച്ചു വന്നു. കാരണം VCയുടെ പ്രശ്നവുമായി VC രജിസ്ട്രാർ സസ്പെൻഡ് ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. ആ നടപടിക്രമങ്ങൾ ശരിയല്ല. അതായത് VC രജിസ്ട്രാർ സസ്പെൻഡ് ചെയ്ത നടപടിക്രമങ്ങൾ ശരിയല്ല. ഒപ്പം ആ നടപടിക്രമങ്ങൾക്കെതിരെ വലിയ തരത്തിലുള്ള പ്രചരണ പരിപാടികൾ പാർട്ടി തന്നെ സംഘടിപ്പിക്കും. അതിൻ്റെ ഭാഗമായി വിദ്യാർത്ഥി സംഘടനകളും അതുപോലെ തന്നെ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെ സംഘടനകളൊക്കെ പ്രചാരണ പരിപാടികൾ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നും അദ്ദേഹം പറയും. എന്തായാലും ഇന്നലെ നടന്ന സംഭവത്തെ അദ്ദേഹത്തിൽ ആ സംഭവത്തിലും ആ മരണത്തിലും പാർട്ടിയുടെ ഖേദവും ഒപ്പം ദുഃഖവും എല്ലാം രേഖപ്പെടുത്തുന്നതിനൊപ്പം തന്നെ ആരോഗ്യ വകുപ്പിനെയും ആരോഗ്യ വകുപ്പ് മന്ത്രിയെയും ഒക്കെ ന്യായീകരിച്ചൊപ്പം നിർത്തുന്ന ഒരു സമീപനം നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നു. ഡി ബിനോയ്, ഈ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചു എന്നത് പറയുന്നത് അടിസ്ഥാനരഹിതമാണ് എന്ന് പറയുന്നു. പ്രവർത്തനത്തിൽ തടസ്സമുണ്ടായി എന്ന് ബിന്ദുവിന്റെ ഭർത്താവ് പോലും സർക്കാരിനെ ഒരിക്കൽ പോലും കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത്. അതോടൊപ്പം മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മന്ത്രി രാജിവെക്കുമോ? പലയിടത്തായും പ്രതിഷേധം, സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം ശക്തമാകുമ്പോഴും മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സംഘടനകളെല്ലാം തന്നെ രംഗത്തെത്തുന്നത്. അതിനും കൃത്യമായിട്ടുള്ളൊരു മറുപടി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും രാജിയുടെ ഒരു ആവശ്യം ഇല്ല. അത് ഇത് ദുഷ്ടലാക്കോടുകൂടി പ്രതിപക്ഷം നടത്തുന്ന ചില നീക്കങ്ങൾ, അത് ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ നടത്തുന്ന പ്രചാരവേലകൾ, ആരോഗ്യവകുപ്പിനെ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു പ്രചാരവേല, അതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഒപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരിക്കൽ പോലും ഈ അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾ നിർത്തിവെച്ചില്ല. പക്ഷേ അവിടേക്ക് ഈ മണ്ണുമാന്തി ഉൾപ്പെടെയുള്ള യന്ത്രങ്ങൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ അല്പം കാലതാമസം ഉണ്ടായി. അതായത് ആ വഴി അടഞ്ഞിരുന്നു. ആ വഴിയിലുണ്ടായിരുന്ന വലിയൊരു ഇരുമ്പ് തൂണ് അറുത്തു മാറ്റിയതിനു ശേഷമാണ് ആ വാഹനങ്ങൾ അകത്തേക്ക്, മണ്ണുമാന്തി യന്ത്രങ്ങൾ അകത്തേക്ക് കൊണ്ടുവന്നത്. ആ ഒരു കാലതാമസം, അതിനപ്പുറത്തേക്ക് മറ്റൊന്നും സംഭവിച്ചില്ല. കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ തന്നെ അവിടെ ഒരു രക്ഷാപ്രവർത്തനം നടത്തി എന്നും അദ്ദേഹം പറയുന്നു. മാത്രവുമല്ല, രക്ഷാപ്രവർത്തനത്തിൽ കാലതാമസം ഉണ്ടായിട്ടില്ല എന്ന് മരിച്ച ബിന്ദുവിൻ്റെ ഭർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നൊരു സാഹചര്യം. അപ്പോൾ ഇതെല്ലാം തന്നെ രാഷ്ട്രീയപരമായി ചില പ്രതിപക്ഷ കക്ഷികൾ അല്ലെങ്കിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷ നേതാവും നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രചാരവേല എന്ന് തന്നെയാണ് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വെക്കുന്നത്. ശരി, ഡി ബിനോയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തിരിച്ചെത്താം ചെറിയ ഇടവേളയ്ക്ക് ശേഷം.